ദേ ഈ കാണുന്ന ചിത്രം ഫേക്കാണ് കേട്ടോ. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അപാരമായ അമ്മ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ചിത്രം ജബൽപൂരിൽ നടന്ന ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട് മരണത്തിലേക്ക് ആണ്ടുപോകുന്ന സമയത്ത് സ്വന്തം മകനെ കെട്ടിപ്പിടിച്ച് മരണത്തിലേക്ക് പോയ അമ്മ എന്നുള്ള നിലയ്ക്ക് പല പല വികാര നിർഭരമായിട്ടുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. പലരും ഈ ചിത്രം വെച്ച് രചിച്ച ആ വികാര കാവ്യങ്ങളെല്ലാം ആ ഫേക്ക് ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് ഒന്ന് മനസ്സിലാക്കിക്കോളൂ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞോളൂ. എങ്ങനെയാണത് ഫേക്കാണെന്ന് പറയുന്നതല്ലേ. ദേ ജബൽപൂർ കളക്ടർ സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. ദേ കണ്ടോളൂ. ആ ഫോട്ടോ ഫേക്ക് എന്ന് എഴുതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയെ കൂടി മെൻഷൻ ചെയ്തുകൊണ്ട് ആ കളക്ടർ ഇട്ടയ്ക്കുന്ന പോസ്റ്റ് ദേ ഇങ്ങനെയാണ്: ജബൽപൂർ, ദിസ് ഫോട്ടോ ഈസ് AI ജനറേറ്റഡ് ഓർ എനി അതർ സോഴ്സ്. ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ബർജി ക്രൂസ് ആക്സിഡന്റ്. അതായത് മധ്യപ്രദേശിലെ ഒരു ക്രൂസ് ആക്സിഡന്റിൽ സംഭവിച്ച ദൃശ്യമെന്നാണ് പറയുന്നത്. കനത്ത മഴയ്ക്കിടയിൽ ഈ ക്രൂസ് എന്ന ബോട്ട് മറിഞ്ഞ് അതിനകത്ത് സഞ്ചരിച്ചിരുന്ന അമ്മയും മകനും രക്ഷാപ്രവർത്തകർ ഒടുവിൽ കണ്ടെത്തുമ്പോൾ കെട്ടിപ്പിടിച്ച അവസ്ഥയിലായിരുന്നു എന്ന രീതിയിൽ ഇത് പുറത്തേക്ക് പ്രചരിപ്പിച്ചത് ഈ നാട്ടിലെ ഏതോ ഒരു തലതിരിഞ്ഞ മോനാണ്. അതായത് ചില അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വെച്ചിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിനോ എൻ്റെ സോഷ്യൽ മീഡിയ പേജിനോ റീച്ച് ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? ആൾക്കാരുടെ ഉള്ളിലെ വികാരമുണർത്തണം. ആ വികാരമുണർത്താൻ വേണ്ടി സ്വന്തം നിലയ്ക്ക് AI വെച്ചിട്ട് ഒരു റിയൽ ചിത്രത്തെ കാണിച്ചതിന് ശേഷം മറ്റൊന്ന് വ്യാജമായി സൃഷ്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇതിന് ഒരു വൈകാരിക ക്യാപ്ഷനും കൂടി കൊടുത്താൽ നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയ ജീവികളെ സംബന്ധിക്കുന്നിടത്തോളം പൊടുന്നനെ അമ്മ സ്നേഹത്തിൻ്റെ ഉദാത്ത കാഴ്ച എന്ന രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ്. വൈകാരികത പൊട്ടി ഒലിക്കുന്നവർ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്ന് കളക്ടർ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ആ ഊരിപ്പിടിച്ച വാള് തൽക്കാലത്തേക്ക് എടുത്ത് ഉറയിലിടേണ്ടതാണ്. കാര്യം അമ്മ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കഥകൾ വായിച്ച് കഴിഞ്ഞ 2 ദിവസമായി ഞാൻ തന്നെ ആകെ സങ്കട കടലിലായി പോയതാണ്. അപ്പോഴാണ് അതിനെക്കുറിച്ചൊന്നും ഇതുവരെ അഭിപ്രായപ്പെട്ടില്ല. വൈകാരിക തലമായതുകൊണ്ട് തന്നെ അത്തരം അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു. കാര്യം ബോട്ട് മറിയുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ലൈഫ് ജാക്കറ്റ് ഇട്ട ഒരാളുടെ കൈവശം കുട്ടി ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നു എന്ന് ആലോചിച്ചു. അപ്പോഴും മനസ്സിൽ കരുതിയിരുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബോട്ടിനടിയിൽ പെട്ടുപോയാൽ മാത്രമേ ഒരു കുട്ടിയെ ഇങ്ങനെ ഒരു അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചേർത്ത് പിടിച്ച് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. കാര്യം ബോട്ട് മറിയുന്ന സന്ദർഭത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ അതിനകത്ത് മടിയിൽ സ്വന്തം മകൻ ഇരുന്നെങ്കിൽ പോലും വെള്ളത്തിൽ വീണ് ശ്വാസം മുട്ടുന്ന സന്ദർഭത്തിൽ പ്രാണവെപ്രാളം കൊണ്ട് അത് കൈയിട്ടടിച്ചും കാലിട്ടടിച്ചും പോകുന്ന സാഹചര്യം ഉണ്ടാകും. ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ദൃശ്യം ലൈഫ് ജാക്കറ്റ് കൂടി ഇട്ടിരിക്കുന്ന സന്ദർഭത്തിൽ പൊന്തി വരാനാണ് സാഹചര്യം ഉണ്ടാവുക. കാര്യം അവർ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞടിയിലേക്ക് പോയാൽ പോലും ഇവർക്ക് അപകടമില്ലാതെ രക്ഷപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ആ സന്ദർഭത്തിൽ ഇത് വായിച്ചപ്പോൾ അല്ലെങ്കിൽ ദൃശ്യം കണ്ടപ്പോൾ ബോട്ടിന് അടിയിൽ പെട്ടുപോയത് കൊണ്ടാകാം ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന രീതിയിലാണ് എൻ്റെ മനസ്സ് പോയത്. അല്ലാതെ ഒരു കാരണവശാലും അപകടത്തിൽപ്പെടുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് ആ സന്ദർഭത്തിൽ തന്നെ ആലോചിച്ചതാണ്. പക്ഷെ ആരോട് പറയാൻ, സംഭവിച്ചിട്ടുണ്ടായേക്കാം. അതിൻ്റെ പേരിലുള്ള അമ്മ സ്നേഹ കഥകൾ വായിച്ച് മനുഷ്യന്റെ ഇടപാട് തീർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ എഴുതി വൈകാരികത കത്തുന്നവർ ഒന്ന് അടങ്ങുക എന്ന് മാത്രമേ ഈ ഫേക്ക് ചിത്രത്തെക്കുറിച്ച് ജബൽപൂർ കളക്ടറിന്റെ പ്രതികരണം വെച്ച് നിങ്ങളോട് പറയാനുള്ളൂ.